നമസ്കാരം. ഇന്ന് മാർച്ച് 16 തിങ്കളാഴ്ചയാണ്. ഇന്നത്തെ ദിവസത്തിന് വളരെ വലിയ പ്രാധാന്യമുണ്ട്. പരമശിവനുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുവാൻ സാധിക്കുന്ന ഏറ്റവും വിശേഷപ്പെട്ടതായ ഒരു ദിവസം. കൂടാതെ ഇന്ന് തിങ്കളാഴ്ചയും ദ്വാദശിയും ഒത്തുചേരുന്ന അതിവിശേഷപ്പെട്ട ഒരു ദിവസം കൂടിയാണ്. ഏകാദശി വ്രതം അനുഷ്ഠിച്ചവർക്ക് പാരണ വീടുവാൻ സാധിക്കുന്ന ഒരു ദിവസം. കൂടാതെ ഇന്ന് തിങ്കൾ പ്രദോഷം കൂടിയാണ് എന്നത് ഈ ദിവസത്തിന്റെ പ്രാധാന്യം ഇരട്ടിപ്പിക്കുന്നതാണ്. നിങ്ങൾ വിവാഹവുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ അഥവാ വിവാഹ തടസ്സങ്ങൾ അനുഭവിക്കുന്നവരാണ് എങ്കിൽ ആ തടസ്സങ്ങൾ നിങ്ങളിൽ നിന്നും അകലുവാനും മുൻജന്മ പാപങ്ങൾ പോലും അത് നിങ്ങളിൽ നിന്നും കഴുകി കളയുവാനും ആഗ്രഹിക്കുന്നു എങ്കിൽ അതിന് ഒരു സുവർണാവസരമായി തന്നെ ഈ ദിവസത്തെ കണക്കാക്കാം. അത്രമേൽ വിശേഷപ്പെട്ട ഒരു ദിവസമാണ്. അതിനാൽ തന്നെ ഇന്നേ ദിവസം ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്ക് വിശേഷമായി തീരും. ഇന്നലെയായിരുന്നു ഏകാദശി, അതായത് മാർച്ച് 15 മീനം 1 ഏകാദശി വന്നത്. പലരും ഏകാദശി വ്രതം അനുഷ്ഠിച്ചിട്ടുള്ളവർ തന്നെയാണ്. അതിനാൽ ഇന്നേ ദിവസം തീർച്ചയായും നിങ്ങൾക്ക് ഏകാദശി നോയമ്പ് നോറ്റവർക്ക് പാരണ വീടേണ്ട ഒരു ദിവസമാണ്, ദ്വാദശിയാണ്. അതിനാൽ തന്നെ അടുത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തി ഇന്നേ ദിവസം പുണ്യം നേടുന്നതും ഏറ്റവും ഉത്തമമാണ്. തീർത്ഥം സേവിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇന്നേ ദിവസം പാരണ വീടാവുന്നതാണ്. ഇനി അഥവാ നിങ്ങൾ വ്രതം അനുഷ്ഠിക്കാത്തവരാണ് എങ്കിൽ പോലും ഇന്നേ ദിവസം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക എന്നത് വിശേഷം തന്നെയാകുന്നു. അതിനാൽ തീർച്ചയായും ഏവരും ഇന്നേ ദിവസം അതിരാവിലെയോ സന്ധ്യാസമയത്തോ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥിക്കുവാൻ മറക്കാതിരിക്കുക. ഇന്നേ ദിവസം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഭഗവാനുമായി ബന്ധപ്പെട്ട് സാക്ഷാൽ പരമശിവനുമായി ബന്ധപ്പെട്ട വിശേഷപ്പെട്ട ദിവസമാണ്. ഇന്ന് തിങ്കൾ പ്രദോഷമാണ്. അതിനാൽ ശിവഭക്തർക്ക് ഏറ്റവും പുണ്യകരമായ ഒരു ദിനമായി പരാമർശിക്കാം. ശ്രീ മഹാദേവനും എല്ലാ ദേവഗണങ്ങളും ഈ വിശേഷപ്പെട്ടതായ ദിവസം ഭഗവാന് പ്രത്യേക വഴിപാടുകൾ, അതായത് ഏറ്റവും അവർ സന്തോഷത്തിൽ ഇരിക്കുന്ന ഈ ദിവസം നിങ്ങൾ വഴിപാടുകൾ അർപ്പിക്കുന്നത് കുടുംബ ഐശ്വര്യത്തിനും സമാധാനത്തിനും ഉത്തമമാണ്. അതായത് മഹാദേവനും എല്ലാ ദേവഗണങ്ങളും അത്രമേൽ സന്തോഷത്തിൽ ഇരിക്കുന്ന ദിവസമാണ്, പ്രിയപ്പെട്ട ഒരു ദിവസമാണ് പ്രദോഷം. അതിനാൽ ഇന്നേ ദിവസം തീർച്ചയായും ശിവക്ഷേത്രത്തിൽ നിങ്ങൾ ദർശനം നടത്തണം. ഇന്നേ ദിവസം അതിരാവിലെ തീർച്ചയായും ദർശനം നടത്താം. എന്നാൽ ഇന്നേ ദിവസം സന്ധ്യാസമയത്ത് പ്രദോഷവേളയിൽ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ശിവഭഗവാനെ ആ സമയം പ്രാർത്ഥിക്കുന്നതും ശിവമന്ത്രങ്ങൾ ജപിക്കുന്നതും നിങ്ങൾക്ക് ഏറ്റവും വിശേഷാൽ ഫലം ജീവിതത്തിൽ കൊണ്ടുവരുവാൻ സാധിക്കും. ഈ സമയം മന്ത്രജപങ്ങൾക്ക് ശേഷം നിങ്ങൾ ഏതൊരു കാര്യം, ന്യായമായ ഏതൊരു കാര്യം ആവശ്യപ്പെട്ടാലും ആ കാര്യം നടക്കുവാനുള്ള സാധ്യത 10 മടങ്ങ് വർദ്ധിക്കും എന്നാണ് പറയുക. കൂടാതെ ഇന്നേ ദിവസം വ്രതം അനുഷ്ഠിക്കുവാൻ സാധിക്കുകയാണ് എങ്കിൽ, അല്ലെങ്കിൽ അനുഷ്ഠിച്ചിട്ടുണ്ട് എങ്കിൽ, അതും ശിവഭഗവാന്റെ അല്ലെങ്കിൽ ശിവപാർവതിമാരുടെ അനുഗ്രഹം ഇരട്ടിക്കുന്നതിന് സഹായകരമായി തീരും. ഇന്നേ ദിവസം തീർച്ചയായും ഭഗവാന് വിശേഷപ്പെട്ടതായ വഴിപാടുകളിലൊന്ന് കരിക്കിന്റെ അഭിഷേകമാണ്, കരിക്കാഭിഷേകമാണ്. ഭഗവാന് ഇന്നേ ദിവസം പ്രിയപ്പെട്ട നാളികേര വെള്ളം അഥവാ കരിക്കിൻ വെള്ളം കൊണ്ടുള്ള അഭിഷേകം അത്രമേൽ വിശേഷമായി തന്നെ കണക്കാക്കുന്നു. അതിനാൽ ഇന്നേ ദിവസം ഈ ഒരു വഴിപാട് നടത്തുവാൻ സാധിക്കുന്നു എങ്കിൽ അത് ഏറ്റവും വിശേഷമായി തന്നെ കണക്കാക്കാം. അതിനാൽ തീർച്ചയായും ഈ ഒരു വഴിപാട് നടത്തണം. മറ്റൊന്ന് കൂവള ഇല കൊണ്ടുള്ള അർച്ചനയാണ്. പവിത്രമായ ഇലകൾ കൊണ്ട് സാക്ഷാൽ പരമശിവന് നൽകുന്ന ഈ അർച്ചന ഇന്നേ ദിവസം നിങ്ങൾ നടത്തുകയാണ് എങ്കിൽ അതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ചേർന്നിരിക്കുന്ന ഏതൊരു ദുരിതങ്ങളെയും ഒഴിവാക്കുവാൻ സാധിക്കും. സർവ ഐശ്വര്യങ്ങൾ തന്നെ നിങ്ങൾക്ക് പ്രദാനം ചെയ്യും.
എന്നാൽ ശിവക്ഷേത്രത്തിൽ ഏതൊരു വഴിപാട് നടത്തുമ്പോഴും അതോടൊപ്പം പിൻവിളക്ക് കൂടി നടത്തി പ്രാർത്ഥിക്കേണ്ടത് അനിവാര്യമാണ്. പാർവതി ദേവിയുമായി ബന്ധപ്പെട്ട ഈ വഴിപാട് നടത്തിയാലാണ് പൂർണ്ണമായ ഫലസിദ്ധി നിങ്ങളിലേക്ക് വന്നു ചേരൂ. അതിനാൽ പ്രദോഷവേളയിൽ ഭഗവാന്റെ പിൻവശത്ത് തെളിയിക്കുന്നതായ ഈ വിശേഷപ്പെട്ട ദീപം ഇന്നേ ദിവസം വഴിപാടായി നടത്തുവാൻ സാധിക്കുന്നു എങ്കിൽ അത് സർവ ഐശ്വര്യങ്ങൾ തന്നെ നിങ്ങളുടെ കുടുംബത്തിലേക്ക് വന്നു ചേരുന്നതിന് സഹായകരമായി തീരും. ഞാൻ ഈ പരാമർശിച്ച വഴിപാടുകൾ ഏവർക്കും നടത്തുവാൻ സാധിക്കുന്ന വഴിപാടുകൾ തന്നെയാണ്, ലളിതമായ വഴിപാടുകൾ തന്നെയാണ്. ഈ വഴിപാടുകൾ നടത്തുന്നതിലൂടെ പൂർവജന്മ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും എത്ര തന്നെ ദുരിതപൂർണമായ അവസ്ഥയാണ് എങ്കിലും അതെല്ലാം മാറി ഭക്തിയും ശാന്തിയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഭഗവാൻ പ്രദാനം ചെയ്യും, അഥവാ ഭഗവാൻ നൽകി അനുഗ്രഹിക്കുന്നതാണ്. അതിനാൽ തീർച്ചയായും ഇന്നേ ദിവസം ഈ ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കും. തീർച്ചയായും ഈ ഒരു കാര്യവും പ്രത്യേകം നിങ്ങൾ ഓർക്കണം. കൂടാതെ ഇന്നേ ദിവസം ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക എന്നതുപോലെ തന്നെ പ്രാധാന്യമുണ്ട് വീടുകളിൽ ചില കാര്യങ്ങൾ പ്രവർത്തിക്കുന്നതിലും. അതിൽ പ്രധാനമായും അതിരാവിലെ തന്നെ കുളിച്ച് ശുദ്ധിയോടെ വിളക്ക് തെളിയിക്കുക എന്ന കാര്യമാണ്. 5 തിരിയിട്ട ഭദ്രദീപം തെളിയിക്കുകയാണ് എങ്കിൽ അത് നെയ്വിളക്ക് കൂടിയാണ് എങ്കിൽ ഇരട്ടി ഫലമാണ് ലഭിക്കുക. കൂടാതെ തിങ്കളാഴ്ച കൂടിയായതിനാൽ പരമശിവന് വിശേഷപ്പെട്ട ദിവസമായതിനാൽ വെളുത്ത പുഷ്പങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ അത് സർവ ഐശ്വര്യങ്ങൾ നിങ്ങളിലേക്ക് കൊണ്ടുവരും. അതിനാൽ തീർച്ചയായും വെളുത്ത പുഷ്പങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സന്ധ്യാസമയം എന്ന് പറയുന്നത് പ്രദോഷവേളയിലെ സന്ധ്യാസമയത്തിന് അത്രമേൽ പ്രാധാന്യമുണ്ട്. എല്ലാ ദേവതകളുടെയും സാന്നിധ്യത്തിൽ സാക്ഷാൽ പരമശിവനും പാർവതി ദേവിയും അത്രമേൽ സന്തോഷത്തിൽ ഇരിക്കുന്ന ആ സമയത്ത് നിങ്ങൾ ശിവനാമങ്ങൾ ജപിക്കുന്നതും അതോടൊപ്പം നിങ്ങളുടെ ആഗ്രഹങ്ങൾ ആ സമയം പറയുന്നതും നിങ്ങളുടെ ആഗ്രഹ സഫലീകരണത്തിന് ഉത്തമമാണ്. ഈ സമയം തീർച്ചയായും നിങ്ങൾ വിളക്ക് തെളിയിച്ച് സന്ധ്യയ്ക്ക് വിളക്ക് തെളിയിച്ച് ക്ഷേത്ര ദർശനം നടത്തുകയും പ്രദോഷവേളയിൽ നിങ്ങൾ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ആ സമയം നിങ്ങൾക്ക് ഏകാഗ്രതയോടെ ശിവമന്ത്രങ്ങൾ ജപിക്കുവാൻ സാധിക്കുന്നു എങ്കിൽ അതിൽ പരം സൗഭാഗ്യമില്ല, ഭാഗ്യമില്ല എന്നാണ് പറയുക. അതിനാൽ തീർച്ചയായും നാളെ ഈ ഒരു കാര്യത്തിന് പ്രാധാന്യം നൽകണം. അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ തീർച്ചയായും നിങ്ങൾ ഈ ഒരു സമയം ദർശനം നടത്തുക. ഈ സമയം പ്രത്യേകിച്ചും ശിവക്ഷേത്രത്തിലെ ഭസ്മം അണിഞ്ഞുകൊണ്ട് ശിവമന്ത്രങ്ങൾ ജപിക്കുന്നതും വിശേഷമാണ്. ഇനി അഥവാ ശിവക്ഷേത്രത്തിൽ പോകുവാൻ സാധിക്കുന്നില്ല എങ്കിലും വീടുകളിൽ ഭസ്മം അണിഞ്ഞ്, അതായത് ശരീരശുദ്ധി വരുത്തി ഭസ്മം അണിഞ്ഞ് നിങ്ങൾക്ക് മന്ത്രജപം നടത്തുവാൻ സാധിക്കും. സർവ ഐശ്വര്യപ്രദം തന്നെയാണ്. ഈ സമയം അതല്ലെങ്കിൽ ഇന്നേ ദിവസം ജപിക്കേണ്ട വിശേഷപ്പെട്ടതായ മന്ത്രങ്ങളിൽ ഒന്ന് ഓം നമഃശിവായ എന്ന ഭഗവാന്റെ അതിവിശേഷപ്പെട്ടതായ മന്ത്രമാണ്. ഈ സമയം ഓം നമഃശിവായ എന്ന മന്ത്രം എത്രമേൽ ജപിക്കുവാൻ സാധിക്കുന്നുവോ അത്രയും തവണ നിങ്ങൾ ജപിക്കുക. പ്രദോഷവേളയിൽ നിങ്ങൾക്ക് സാധിക്കുന്ന അത്രയും തവണ ജപിക്കുന്നത് സർവ ഐശ്വര്യങ്ങൾ തന്നെ കൊണ്ടുവരും. ഓം ഹ്രീം നമഃശിവായ എന്ന മന്ത്രം ജപിക്കുന്നതും അതീവ ശുഭകരമാണ്. കൂടാതെ നിങ്ങളുടെ ആയുസ് അല്ലെങ്കിൽ ആരോഗ്യപരമായ ഉയർച്ചയ്ക്കും ആയുസ് വർദ്ധിക്കുന്നതിനും ദീർഘായുസിനും ഇന്നേ ദിവസം പ്രത്യേകിച്ചും ഓം ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരികുമു ബന്ധനാത് മൃത്യോർമോക്ഷ്യമാമൃതാത് എന്ന മന്ത്രം ജപിക്കുന്നത് സർവ ഐശ്വര്യപ്രദമാണ്. മൃത്യുഞ്ജയ മന്ത്രം ഇന്നേ ദിവസം തീർച്ചയായും നടത്തുക. അതോടൊപ്പം ഒരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കണം. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ജീവിതത്തിൽ പ്രശ്നങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമുണ്ട് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ആയുരാരോഗ്യ വർധനവിന് തീർച്ചയായും നിങ്ങൾക്ക് മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി ശിവക്ഷേത്രത്തിൽ നടത്തി പ്രാർത്ഥിക്കാവുന്നതാണ്. സർവ ഐശ്വര്യപ്രദം തന്നെയാകുന്നു. ഇന്നേ ദിവസം നിങ്ങൾക്ക് സന്ധ്യാസമയത്ത് ജപിക്കുവാൻ സാധിച്ചില്ല എങ്കിലും ഭഗവാന് വിശേഷപ്പെട്ട ദിവസമായതിനാൽ രാത്രിയിലാണ് എങ്കിലും മേൽ പരാമർശിച്ചിട്ടുള്ള മന്ത്രങ്ങൾ അതോടൊപ്പം മറ്റ് ശിവമന്ത്രങ്ങളാണ് എങ്കിലും ജപിക്കാം.
പ്രത്യേകിച്ചും ഓം നമഃശിവായ എന്ന മന്ത്രം ഇന്നേ ദിവസം ജപിക്കുന്നത് സർവ ഐശ്വര്യപ്രദം തന്നെയാണ്. ഏവരും ഈ കാര്യങ്ങൾ ഇന്നേ ദിവസം പ്രവർത്തിക്കുക.